ഇനി പെയിൻറ്റും ബക്കറ്റൊന്നും ആരും കളയണ്ട. കാന്താരി മുളക് ഈസി ആയിട്ട് നമുക്ക് പെയിൻറ്റും ബക്കറ്റിൽ തന്നെ വളർത്താട്ടാം. അതും വെറും കരിയില ഉപയോഗിച്ചിട്ട്. കാന്താരി നടുമ്പോൾ തന്നെ ഞാൻ വളപ്രയോഗവും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ തന്നെ പെയിൻറ്റും ബക്കറ്റിൽ നട്ട് വെച്ചിട്ടുള്ള വേപ്പ് കൃഷി നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കാന്താരി മുളകും നല്ല ഈസി ആയിട്ട് ഈ ബക്കറ്റിൽ നടാട്ടാം. കാന്താരി മുളകിൻ്റെ വിത്ത് പാവിയിട്ട് മുളപ്പിക്കാൻ കുറച്ച് പാടായതുകൊണ്ടും ആണ് ഞാൻ നാട്ടിൽ പോകുമ്പോൾ ഇതുപോലെയുള്ള തൈകളാണ് പറിച്ചു കൊണ്ടുവരാറ്. പറമ്പിൽ ഇതുപോലെ ഒരുപാട് കാന്താരി മുളകിൻ്റെ തൈകളുണ്ടാവും. അപ്പോൾ നാട്ടിൽ പോകുമ്പോൾ എപ്പോഴും ഓരോ തൈ വീതം ഞാൻ പറിച്ചു കൊടുന്നിട്ട് നമ്മുടെ കൊച്ചിയിൽ നട്ടുപിടിപ്പിക്കലുണ്ട് കേട്ടോ. അപ്പം മിക്കപ്പോഴും കണ്ടിട്ടുണ്ടാവും ഡ്രമ്മിലൊക്കെ നിൽക്കുന്നത് നല്ല എന്നെക്കാട്ടിലും നല്ല ഹൈറ്റിലൊക്കെ നിൽക്കുന്ന ഒരു കാന്താരി മുളകിനൊക്കെ ഞാൻ ഒരുപാട് തവണ എൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തൃശ്ശൂർ കുന്നംകുളം കോട്ടോലാണ് സ്ഥലം. അവിടെ നിന്നാണ് കേട്ടോ ഞാൻ ഈ ഒരു കാന്താരി മുളകിൻ്റെ തൈ പറിക്കുന്നിട്ട്. അപ്പോൾ വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ ചമ്മലകളിൽ ഈ ഒരു തൈ വളർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്നാണ് കേട്ടോ ഇമ്മ അതെനിക്ക് പറിച്ചു തരുന്നത്. അപ്പോൾ എന്നോട് പറയുന്നുണ്ട് ഇതിങ്ങനെ നട്ടാൽ മതി, ഈ രീതിയിൽ വെച്ച് കൊടുത്താൽ മതി, അപ്പോൾ നല്ലപോലെ പിടിച്ചോളും എന്നൊക്കെ എനിക്ക് ഉപദേശം തരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ വരുന്നതിൻ്റെ അന്ന് രാവിലെയാണ് ഈ തൈ പറിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അന്ന് ഞാൻ വീട്ടിലെത്തുമ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരു ചെറിയൊരു കുപ്പിയിൽ വെള്ളം നിറച്ചിട്ട് ഇട്ട് വെച്ചിട്ട് എന്നിട്ട് പിറ്റേ ദിവസം വൈകുന്നേരം ഞാൻ ഒരു 5 മണിക്കാണ് ടെറസിൽ കയറുന്നത്. അപ്പോഴാണ് ഇട്ടത് നടാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പം നമ്മൾ ഇന്ന് കാന്താരി മുളകിൻ്റെ തൈ നടാൻ പോകുന്നത് ഇതുപോലെയുള്ള പഴയൊരു പെയിൻറ്റും ബക്കറ്റിലാണ് കേട്ടോ. ഇതിലൊരു ചെടി നട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാ വളർച്ചയൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മണ്ണൊക്കെ കൊട്ടിക്കുടഞ്ഞിട്ടാണ് ഞാൻ ഈ ബക്കറ്റ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിനൊരു 5 വലിയ ഹോൾ ഇതിൻ്റെ അടിയിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ചകിരി ഇട്ട് കൊടുക്കുക. അതിങ്ങനെ മലർത്തി ഇടരുത്, കമിഴ്ത്തി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് വെള്ളത്തിലിട്ട് കുതിർത്ത ചകിരി ഒന്നല്ല. ഞാനിങ്ങനെ നീട്ടി വലിച്ച് പറയുന്നത് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് കണ്ടോട്ടോ. എനിക്കിങ്ങനെ നീട്ടി വലിച്ച് പറയാനറിയുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ കാണാൻ ഇഷ്ടമുള്ളവർ കണ്ടാൽ മതി. എനിക്ക് അത്രേ പറയാനുള്ളൂ. എനിക്കിത് വിശദമായിട്ട് പറഞ്ഞു തരണം, അല്ലെങ്കിൽ ഒരുപാട് സംശയങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ നിറയുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ നീട്ടി വലിച്ച് പറയുന്നത് കേട്ടോ. അതിൻ്റെ പുറത്തേക്ക് നമ്മൾ മാവിൻ്റെ കരിയിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കരിയില ഏത് കരിയിലായാലും കുഴപ്പമില്ല, ഉണങ്ങിയ ഇലകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അത്യാവശ്യം രീതിയിൽ കരിയില ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മണ്ണിട്ട് കൊടുക്കുക കേട്ടോ. ഈ പ്രോസസ്സ് തന്നെ ഞാനിങ്ങനെ തുടരുകയാണ്. പിന്നെ ഞാൻ ഈ മണ്ണിട്ടതിൻ്റെ മേലെ കുറച്ച് ചാരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പിടി ചാരം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് വീഡിയോയിൽ പെട്ടിട്ടില്ല. അതിൻ്റെ മേലെ വീണ്ടും കരിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേലെ വീണ്ടും കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ചാണകപ്പൊടി, ഉണങ്ങിയ ചാണകപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പച്ച ചാണകം ചേർക്കരുത്, അത് ചൂട് കൂടിയിട്ട് ചെടികളുടെ വേര് നശിച്ചു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഈ കരിയില ഇട്ടു, മണ്ണിട്ടു, അതുപോലെ കുറച്ച് ചാറിട്ടു, പിന്നെ അതുപോലെ ഉണങ്ങിയ ചാണകപ്പൊടി ഇട്ടു. ഇതെല്ലാം ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കരിയില പെട്ടെന്ന് തന്നെ ദ്രവിക്കാനും അതുപോലെ മണ്ണിന് നല്ല ഇളക്കം ലഭിക്കാനും വേര് നല്ല അടിപൊളിയായിട്ട് പിടിക്കാനും അതുപോലെ തന്നെ നമ്മുടെ കരിയില ഉണങ്ങിയിട്ട് പിന്നെ നമ്മുടെ ചെടിക്ക് ആവശ്യമായ പൊട്ടാസ്യം കിട്ടാനൊക്കെ നല്ലതാണ് കേട്ടോ. ഈ ഒരു മെത്തേഡിൽ നമ്മൾ ചെടി നടുന്നതിന് മുന്നേ തന്നെ പോട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല സൂപ്പറായിട്ട് ചെടി വേര് പിടിച്ചിട്ട് വരും കേട്ടോ. ലാസ്റ്റ് ഞാൻ കുറച്ച് കൂടുതൽ മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ വേര് ചെടി അത്യാവശ്യം വലുപ്പമുള്ള ഒരു ചെടിയാണ്, കുഞ്ഞ് തൈയല്ല, അത്യാവശ്യം വലുപ്പമുള്ള ഒരു തൈയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ വേരിന് നല്ല നീട്ടമുണ്ട്. അപ്പോൾ ആ വേര് നല്ല രീതിയിൽ മണ്ണി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് കൂടുതൽ മണ്ണിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. കുറച്ച് ചെറിയ തൈയാണെങ്കിൽ നമുക്ക് ഇത്രയധികം മണ്ണിടേണ്ട കാര്യമില്ല, കുറച്ച് മണ്ണിട്ടാൽ മതി. എന്നിട്ട് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ ചെടി വെച്ച് കൊടുത്തിട്ടുണ്ട്. വേരൊക്കെ മൂടുന്ന തക്ക വിധത്തിൽ മണ്ണിട്ട് കൊടുത്തു. ഇങ്ങനെ ചെയ്യണം. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്താൽ നമ്മൾ ഇതിലിട്ട കരിയിലകളൊക്കെ പെട്ടെന്ന് തന്നെ ദ്രവിച്ച് കിട്ടും കേട്ടോ. ഇത് ദ്രവിക്കുന്നതിനനുസരിച്ചിട്ട് താഴ്ന്നു പോകും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു പോട്ടിംഗ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് വളരെ ഈസി ആയിട്ട് ഈ ബക്കറ്റ് പൊക്കാൻ സാധിക്കുന്നുണ്ട്. ഒട്ടും കനയില്ല കേട്ടോ. മണ്ണ് കുറവായതുകൊണ്ട് തന്നെ ഈ ബക്കറ്റ് പെയിൻറ്റിങ് ബക്കറ്റ് ഒട്ടും കനയില്ല. പിന്നെ ടെറസിൻ്റെ മുകളിൽ വെച്ചത് കൊണ്ട് ഞാനൊരു ഇഷ്ടിക വെച്ചിട്ട് അതിൻ്റെ പൊക്കത്താണ് കേട്ടോ ഈ ഒരു ബക്കറ്റ് കയറ്റി വെച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ ഈ മണ്ണിൻ്റെ പുറത്തേക്ക് കുറച്ച് കമ്പോസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് വെജിറ്റബിൾ കമ്പോസ്റ്റാണ്. നമ്മൾ പച്ചക്കറിയുടെ വേസ്റ്റ് ഇതുപോലെ ഇങ്ങനെ ഉണക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഒരു ചാക്കിൽ കെട്ടി വെച്ചിട്ട് ഇതുപോലെ ദ്രവിച്ചിട്ടുള്ള പച്ചക്കറിയുടെ വേസ്റ്റാണിത്.
ഇതിലൊരുപാട് വഴുതനങ്ങളുടെ വിത്തുകളും ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇനി നമുക്ക് എപ്പോഴെങ്കിലും തൈകൾ മുളച്ച് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇനി നമുക്ക് നല്ല വേനലല്ലേ, അപ്പോൾ ഈ ചെടി പെട്ടെന്ന് വാടി പോവാതിരിക്കാൻ, നട്ട് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, അപ്പോൾ വാടി പോവാതിരിക്കാൻ കുറച്ച് തണലത്ത് വെക്കുക. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പൊതയിടും കൂടി ചെയ്യട്ടെ. അപ്പോൾ ഈ കരിയില കൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും പൊതയിടുന്നത്. പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ ഇത് 2 കമ്പുള്ളത് കൊണ്ട് തന്നെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഊരി മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതിനെ ആ റബ്ബർ ബാൻഡ് ഊരി മാറ്റി ചെടീനെ ഫ്രീ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ ഇന്ന് നമ്മുടെ കാന്താരി മുളക് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതിൽ 2 ആഴ്ചയൊക്കെ കഴിയുമ്പോൾ നല്ല പുളിച്ച കഞ്ഞിവെള്ളം നേർപ്പിച്ചിട്ട് അതിൽ ചാരട്ട് കലക്കി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ഇതിനാവശ്യമില്ല. കാന്താരി മുളകിന് അങ്ങനെ ഒട്ടും പ്രത്യേകിച്ചൊരു വളത്തിൻ്റെ ആവശ്യമില്ല. ഇനി നിർബന്ധം ഉണ്ടെങ്കിൽ നമുക്ക് കടലപ്പിണ്ണാക്ക് കലക്കി പുളിപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ചാരം ഇട്ട് കൊടുക്കാം. വേറെ വളങ്ങളൊന്നും ഇതിന് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ 2 നേരം, വേനലായതുകൊണ്ട് തന്നെ 2 നേരം നനച്ചു കൊടുക്കണം. എന്നാലാണ് പെട്ടെന്ന് നമുക്ക് ഈ ഒരു തൈ പിടിച്ചു കിട്ടുള്ളേ. അപ്പോൾ ഒരാഴ്ച ഞാൻ ഇതുപോലത്തെ സാധാരണ നന തന്നെയാണ് കൊടുക്കുന്നത്. 2 ആഴ്ച കഴിഞ്ഞിട്ട്, ഒരാഴ്ചയോ കഴിഞ്ഞിട്ടാണ് കഞ്ഞിവെള്ളം ഉപയോഗിക്കുന്നത് കേട്ടോ. പിന്നെ ഇത് മാക്സിമം തണലത്ത് വെക്കാൻ നോക്കണം. ഇനി ഞാൻ ഈ വീഡിയോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ കുറച്ച് മുളക് തൈകളും കൂടി കാണിച്ചു തരാം. വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കാന്താരി മുളകുകളുണ്ട്. അപ്പോൾ നാട്ടിൽ പോയപ്പം അവിടെ വെള്ള കളറിലുള്ള കാന്താരി മുളക്, ചീന മുളക്, അതുപോലെ തന്നെ വേറെ വയലറ്റ് മുളക്, അങ്ങനെ ഒരുപാട് തരം മുളകുകളുണ്ട് കേട്ടോ. ഇതെല്ലാം നമ്മുടെ അയൽവാസി ഇക്ബാൽക്കാടെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ അവരുടെ വീട്ടിൽ പോയിട്ട് ഞാൻ ഇതിൻ്റെയൊക്കെ വീഡിയോ എടുത്തതാണ്. ഞാൻ എൻ്റെ വീഡിയോയിൽ ഒരിക്കൽ ഇക്ബാൽക്കാടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ വീട്ടിൻ്റെ മുറ്റത്തെ കൃഷി ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇപ്രാവശ്യം അതിന് ടൈം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ടുള്ള മുളകുകളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റും ലൈക്കും ഷെയറൊക്കെ തരിക. അപ്പോൾ ഇനി അടുത്ത ഏതെങ്കിലുമൊക്കെ ചെടി നടലായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.